പുതുവർഷം പുലരുമ്പോൾ ലോകരാജ്യങ്ങൾ പരസ്പരം ആശംസകൾ കൈമാറുകയും സമാധാനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾക്കായുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുക പതിവാണ്. എന്നാൽ ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ഇത്തവണ എത്തിയത് സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങളല്ല, മറിച്ച് പ്രകോപനപരമായ മുന്നറിയിപ്പുകളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നടത്തിയ പരാമർശങ്ങൾ ദക്ഷിണേഷ്യൻ മേഖലയിൽ നയതന്ത്ര അന്തരീക്ഷം വീണ്ടും കലുഷിതമാക്കിയിരിക്കുകയാണ്. വികസന മുരടിപ്പും ആഭ്യന്തര കലാപങ്ങളും സാമ്പത്തിക തകർച്ചയും നേരിടുന്ന ഒരു രാജ്യം തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ വീണ്ടും അയൽരാജ്യത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നടന്ന നാഷണൽ വർക്ക്ഷോപ്പിൽ മുനീർ നടത്തിയ പ്രസംഗം പാകിസ്ഥാന്റെ പരമ്പരാഗതമായ ഇരവാദം ആവർത്തിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിൻ്റെ പ്രസ്താവനയിലെ പ്രധാന പ്രകോപനം ബലൂചിസ്ഥാനുമായുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ബലൂചിസ്ഥാനിൽ സമാധാനം തകർക്കുന്നതിനും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണെന്നാണ് യാതൊരു തെളിവുമില്ലാതെ മുനീർ ആരോപിച്ചത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിഘടനവാദം പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. തങ്ങളുടെ തന്നെ പൗരന്മാരുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്നതും അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതും മൂലമുണ്ടായ ജനരോഷത്തെ മറികടക്കാൻ ഇന്ത്യയെ ഒരു ബലിയാടാക്കി മാറ്റാനാണ് പാകിസ്ഥാൻ കാലങ്ങളായി ശ്രമിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നേരിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന ഏത് വെല്ലുവിളിയെയും ശക്തമായി നേരിടുമെന്ന മുനീറിൻ്റെ പ്രസ്താവന ഇന്ത്യയെ ഉദ്ദേശിച്ചിട്ടുള്ള കടുത്ത ഭീഷണിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു വശത്ത് പ്രാദേശിക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ഭീഷണിയുടെ സ്വരം ഉയർത്തുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വീണ്ടും വെളിപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര തീവ്രവാദവും സുരക്ഷാ വെല്ലുവിളികളും സ്വന്തം ഭരണകൂടത്തിൻ്റെ പരാജയങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന യാഥാർത്ഥ്യം മൂടിവെക്കാൻ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ സഹായിക്കില്ല. ബലൂചിസ്ഥാൻ പ്രശ്നത്തിൽ ഇന്ത്യയെ വലിച്ചിഴയ്ക്കുന്നതിലൂടെ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചിട്ടുള്ള ആഗോള ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇസ്ലാമാബാദ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്ക് ആധാരമായ ഒരു ചെറിയ തെളിവ് പോലും ഹാജരാക്കാൻ സൈനിക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് അവരുടെ വാദങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബ് പോലീസും സുരക്ഷാ ഏജൻസികളും പുറത്തുവിട്ട വിവരങ്ങൾ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധത്തിൻ്റെ ഭയാനകമായ ചിത്രം തുറന്നുകാട്ടുന്നു. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI ഡ്രോണുകൾ വഴി ഇന്ത്യയിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തുന്നു എന്ന പഞ്ചാബ് DGP ഗൗരവ് യാദവിൻ്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവകരമാണ്. പഞ്ചാബിൽ അശാന്തി പടർത്തുന്നതിനും സംസ്ഥാനത്തെ പ്രക്ഷുബ്ധമായ ഒരിടമായി ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നതിനുമായി പാകിസ്ഥാൻ ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടത്തുന്നു എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രനേഡ് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നതും വഴി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ പഞ്ചാബ് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ആയുധങ്ങൾ എത്തിക്കാൻ പാകിസ്ഥാൻ ഡ്രോൺ സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നത് പുതിയൊരു വെല്ലുവിളിയാണ്. പണ്ട് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റമായിരുന്നു പ്രധാനമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആൾനാശം കുറച്ച് ആക്രമണം നടത്താനാണ് അവർ ശ്രമിക്കുന്നത്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, തെക്കുകിഴക്കൻ ഏഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ക്രിമിനൽ നെറ്റ്വർക്കുകളെ ഇതിനായി ISI ഉപയോഗിക്കുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആഗോള ക്രിമിനൽ ശൃംഖലയെ ഉപയോഗിച്ച് പഞ്ചാബിലെ യുവാക്കളെ വഴിതെറ്റിക്കാനും സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനും ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ പഞ്ചാബ് പോലീസും BSFും ഓരോ നീക്കങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ ഇത്തരം നിലപാടുകൾക്ക് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. രാജ്യത്തിനകത്ത് ജനങ്ങൾ നേരിടുന്ന വിലക്കയറ്റം, വൈദ്യുതി ക്ഷാമം, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരു ബാഹ്യ ശത്രുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. കാശ്മീർ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ബലൂചിസ്ഥാനിലെ സ്വന്തം പരാജയങ്ങൾക്ക് ഇന്ത്യയെ പഴിക്കുന്നത് ഒരു തന്ത്രമായി അവർ ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി സുരക്ഷയും പൗരന്മാരുടെ സംരക്ഷണവുമാണ് പരമപ്രധാനം. പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധത്തെ നേരിടാൻ സായുധ സേനയും പോലീസും സജ്ജമാണെന്ന കർശന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ചുരുക്കത്തിൽ പുതുവർഷത്തിലും പാകിസ്ഥാന്റെ ഇന്ത്യയോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് അസീം മുനീറിൻ്റെ പ്രസ്താവനകൾ തെളിയിക്കുന്നു. സഹകരണത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നതിന് പകരം സംഘർഷത്തിൻ്റെ വഴിയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. ഡ്രോണുകൾ വഴിയുള്ള ആയുധക്കടത്തും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള ഗൂഢാലോചനകളും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും അവയെല്ലാം നേരിടാൻ സജ്ജമായ ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട്. അയൽ രാജ്യങ്ങളുമായി സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിലും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി ലഭിക്കുമെന്ന് ഉറപ്പാണ്.